ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ബഹുമാന്യ ശ്രോതാക്കൾക്കെല്ലാം നമ്മുടെ ജീവനും രക്ഷയുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പെൺകുഞ്ഞുങ്ങളെ സഭയായി അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും അവളുടെ ദൈവദത്തമായ താലന്തുകളെ പ്രകടിപ്പിക്കുന്നതിനും അവസരം ഒരുക്കുന്നതിനുമുള്ള നമ്മുടെ ശ്രേഷ്ഠ സഭയുടെ പരിശ്രമങ്ങളെ ഞാൻ ആദരിക്കുന്നു. ഇത്തരം അനുകരണീയമായ മാതൃകകൾ സമൂഹത്തിന് സൃഷ്ടിച്ചു നൽകുന്ന CSI സഭയുടെ അംഗമായിരിക്കുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇന്ന് മധ്യ കേരള മഹായിടവകയായി നാം പെൺശിശു ഞായർ ആചരിക്കുകയാണ്. ഈ മാധ്യമത്തിലൂടെ ഇന്ന് സംസാരിക്കുവാൻ എനിക്ക് ലഭ്യമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹായിടവകയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോടും അതിൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പെൺശിശു ഞായറിൽ എല്ലാ പെൺകുട്ടികളോടുമുള്ള ആശംസകളും ഞാൻ നേരുന്നു. We cannot all succeed when half of us are held back. മലാല യൂസഫ്സായുടെ ഒരു ക്വോട്ടാണ്. ലോകം അവളെ മൗനത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും തൻ്റെ ശബ്ദമുയർത്തുവാൻ ധൈര്യം കണ്ടുപിടിച്ച ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണ് മലാലയുടെ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാനവികതയുടെ പുരോഗതി പെൺകുട്ടികളെ നാം എത്രമാത്രം വിലമതിക്കുന്നു എന്നതിലാണ് ആശ്രയിക്കുന്നത്. കാലമേറെ മുൻപോട്ട് പോയിട്ടും പുരോഗമന ചിന്തകൾ ഏറെ വർദ്ധിച്ചിട്ടും പെൺകുട്ടി ഭാരവും ബാധ്യതയുമാണെന്ന ചിന്ത ഇപ്പോഴും ധാരാളം പേർ വച്ചു പുലർത്തുന്നുണ്ട്. 2011 കാനേഷുമാരി അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം 1943 അതായത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ. കുട്ടികളുടെ അനുപാതത്തിൽ ക്രമാനുഗതമായ കുറവ് സംഭവിക്കുന്നു. പെൺകുഞ്ഞുങ്ങളോടുള്ള സമൂഹത്തിന്റെ സമീപനം എന്ത് എന്ന് നമുക്ക് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആൺകുട്ടി ഭ്രമവും പെൺഭ്രൂണഹത്യയും പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു. സ്ത്രീധനത്തിനെതിരെ പല നിയമങ്ങളുണ്ട്. എന്നാൽ ഒരു പെൺകുഞ്ഞിന്റെ വിവാഹം നടക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്നു. അതിനാൽ അനധികൃത ഗർഭഛിദ്രം വ്യാപകമായി നടക്കുന്നുണ്ടാവാം. ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊലപ്പെടുത്തുന്നതിന് പുറമെ ജനിച്ച പെൺകുഞ്ഞുങ്ങളോടുള്ള സമീപനവും അപകടകരമാണ്. ആണിന് അമിതമായ അധികാരവും പരിഗണനയും നൽകുന്ന കുടുംബ അന്തരീക്ഷം പെൺകുട്ടികളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പെൺകുഞ്ഞുങ്ങൾ കുറയുന്നതിന് ഈ കാരണങ്ങൾ പ്രധാന പങ്ക് വയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കുള്ള നിയമങ്ങൾ ശരിയായ നടപ്പിൽ വരുത്തുകയും പൗരാവകാശങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തുകയും വേണം. വളരെ ബോധപൂർവമായ പ്രവർത്തനങ്ങളോടെ സ്ത്രീപക്ഷ സംസ്കാരം രൂപപ്പെടണം. ഓർക്കുക, ഓരോ പെൺകുഞ്ഞും ദൈവത്തിന്റെ ശ്രേഷ്ഠമായ നിയോഗങ്ങൾക്കായുള്ള സമാനതകളില്ലാത്ത നിർമ്മിതിയാണ്. അമ്മയും മകളും കൂടപ്പിറപ്പും പങ്കാളിയും ആകാനാണ് ഈ നിയോഗം. അവൾ താങ്ങും തണലും ആശ്രയവും കരുത്തുമാണ്. അഭിമാനത്തോടു കൂടിയാണ് ഓരോ പെൺകുഞ്ഞും വളരേണ്ടത്. ഇന്ന് പക്ഷേ അവൾക്ക് മുന്നേറാൻ വൈതരണികൾ ഏറെയാണ്. ഭ്രൂണഹത്യയും ശൈശവ വിവാഹവും സ്ത്രീധനവും പീഡനവും അങ്ങനെ നിരവധി വൈതരണികൾ. പെൺകുഞ്ഞുങ്ങളുടെ അഭിമാന സംരക്ഷണത്തിനുള്ള മുന്നേറ്റം സഭയിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത്. അതിന് പെൺശിശു ഞായർ ആചരണം പ്രേരണയാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വർഷം മധ്യ കേരള മഹായിടവകയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പെൺകുഞ്ഞുങ്ങളുടെ പ്രാധാന്യം ഉറപ്പാക്കുക എന്നാണ്. അഫർമിംഗ് ദ വർത്ത് ഓഫ് ദ ഗേൾ ചൈൽഡ്. പെൺകുട്ടികളുടെ ജീവിതത്തിന് എന്താണ് പ്രാധാന്യമുള്ളത്? അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? ഇന്നത്തെ പാഠഭാഗങ്ങൾ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാണിക്കുന്നു. ഒന്നാമതായി, പെൺകുഞ്ഞുങ്ങളുടെ ജീവിതവും അവകാശവും പ്രാധാന്യമുള്ളതാണ്. സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സെലോഫാഹാദ് എന്ന ആളിന്റെ പുത്രിമാരായ മഹ്ല, നോഹ, ഹൊഗ്ല, മിൽക്ക ആൻഡ് തിർസ എന്നീ 5 പേരെ കാണുവാൻ സാധിക്കുന്നു. അവർ മോശയുടെയും ഇസ്രായേൽ പ്രഭുക്കന്മാരുടെയും മുൻപാകെ വരുന്നതാണ് സന്ദർഭം. അവരുടെ അപ്പൻ പുത്രന്മാരില്ലാതെ മരിച്ചിരുന്നു. അക്കാലത്ത് നിയമപ്രകാരം പുത്രന്മാർക്ക് മാത്രമേ സ്വത്തിന് അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ യുവതികൾ
മോശയുടെയും പുരോഹിതനായ ഏലയാസറിന്റെയും മുഴുവൻ സഭയുടെയും മുൻപാകെ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, ആൺമക്കളില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിന്റെ പേര് കുടുംബത്തിൽ നിന്നും ഇല്ലാതാകരുത്. ബന്ധുക്കളുടെ ഇടയിൽ ഞങ്ങൾക്ക് സ്വത്ത് തരണം. ആൺമക്കളുടേതുപോലെ തങ്ങളുടെ ജീവിതവും അവകാശങ്ങളും പ്രധാനമാണെന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. നിയമത്തിന്റെ പിൻബലം ഇല്ലായിരുന്നിട്ടും നിശബ്ദരായിരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അവർക്ക് ശബ്ദമുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. മോശയുടെയും മറ്റും മുൻപിൽ നിൽക്കുവാൻ അവർക്കായത് ആ ധൈര്യം മൂലമാണ്. മാന്യതയിലും കഴിവിലും തങ്ങൾ തുല്യരാണെന്നും ദൈവസൃഷ്ടിയിൽ തങ്ങൾക്ക് മൂല്യമുണ്ടെന്നും അവർ ബോധമതികളായിരുന്നു. നീതിയിൽ ഉറച്ച ആത്മവിശ്വാസത്തോടെ അവർ സാംസ്കാരിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ശബ്ദമുയർത്തിയ ആ പെൺകുഞ്ഞുങ്ങളെ ദൈവം ബഹുമാനിച്ചു. ഈ 5 പെൺകുഞ്ഞുങ്ങളുടെ ധൈര്യം അവരെ മാത്രമല്ല സഹായിച്ചത്, ഇസ്രായേലിലെ ഭാവി തലമുറയിലെ പെൺകുട്ടികളെയും അത് സഹായിച്ചു. അവരുടെ ശബ്ദവും ധൈര്യവും മാനിച്ച ദൈവം അതിലൂടെ രാജ്യത്ത് ഒരു പുതിയ അനന്തരാവകാശ നിയമം തന്നെ സ്ഥാപിച്ചു. നാം പെൺകുഞ്ഞുങ്ങളുടെ ധൈര്യവും ശബ്ദവും അംഗീകരിച്ച് അവരെ ശാക്തീകരിക്കുമ്പോൾ സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വാതിലുകൾ തുറക്കാനും അവരിലൂടെ കഴിയണം. പെൺകുഞ്ഞുങ്ങളുടെ ശബ്ദവും ധൈര്യവും ജീവിതവും അവകാശങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് നാം അവർക്കൊപ്പം ഉണ്ടാവുന്നത്. രണ്ടാമതായി, ദൈവം തന്റെ നാമമഹത്വത്തിനായി പെൺകുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി പെൺകുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് അവരുടെ ജീവിതത്തിന്റെ മറ്റൊരു പ്രാധാന്യം. അപ്പോസ്തല പ്രവർത്തികൾ 21 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ആദിമ സഭാ നേതാക്കളിൽ ഒരാളായ സുവിശേഷകനായ ഫിലിപ്പോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന് പ്രവാചകന്മാരായ 4 പുത്രിമാരുണ്ടായിരുന്നു. പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവവചനം സംസാരിക്കുന്നവരായിരുന്നു ആ യുവതികൾ. ദൈവം അവരെ പ്രവചന ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചിരുന്നു. പെൺകുട്ടികൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ദൈവം അവർക്ക് ജ്ഞാനവും തന്നെ സേവിക്കാനുള്ള ശക്തിയും നൽകുകയാണ്. ദൈവത്തെ സേവിക്കാൻ തന്റെ പെൺമക്കളെ പ്രോത്സാഹിപ്പിച്ച ദൈവഭക്തനായ ഒരു പിതാവായിരുന്നിരിക്കണം ഫിലിപ്പോസ്. ഈ പിതാവ് എല്ലാ പിതാക്കന്മാർക്കും മാതൃകയും പ്രചോദനവും ആകണം. വിദ്യാഭ്യാസപരമായും ആത്മീയമായും വൈകാരികമായും പെൺകുഞ്ഞുങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നു. മൂന്നാമതായി, പുനരുജ്ജീവനവും പുനഃസ്ഥാപനവും പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമാണ്. പള്ളി പ്രമാണിയായ യായിറോസിന്റെ കുഞ്ഞുമകൾക്ക് ക്രിസ്തുനാഥൻ പുതിയ ജീവിതം നൽകുന്നതാണ് സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5 അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും നിശബ്ദരാക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാമൂഹ്യ സംസ്കാരത്തിൽ യേശു ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുക്കൽ നേരിട്ട് എത്തുകയും അവളോട് നേരിട്ട് സംസാരിക്കുകയും എഴുന്നേൽക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് രംഗം. കുട്ടികൾക്ക് വിലയും നിലയും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ദൈവ സാന്നിധ്യം ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ആ പെൺകുഞ്ഞിനരികിലേക്ക് എത്തുന്നത്. ദൈവം ഓരോ പെൺകുഞ്ഞിനെയും വളരെ വിലമതിക്കുന്നു. ദൈവ സാന്നിധ്യം അവരുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും ഒപ്പമുണ്ടെന്നും ഈ സുവിശേഷ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും പെൺകുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്നത് തികച്ചും നിരൂപാധികമാണ്. സമൂഹത്തിൽ ഒരു പെൺകുഞ്ഞിൽ തീർത്തും മരിച്ചവളെയാണ് കാണാനായത്. അവൾ മരിച്ചുപോയി എന്നുള്ള പ്രസ്താവ്യം അവളിനൊരു സാധ്യത ഇല്ലായ്മയാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. പക്ഷേ യേശു ആ വാക്കുകൾ തെല്ലും കാര്യമാക്കുന്നില്ല. അവിടുന്ന് ആ പെൺകുഞ്ഞിലേക്ക് അടുക്കുകയായിരുന്നു ചെയ്തത്. മരിച്ചവരായി സമൂഹം കാണുന്നവരിൽ ദൈവം സാധ്യതകൾ നിറയ്ക്കുന്നു എന്നതാണ് ആവേശം പകരുന്ന യാഥാർത്ഥ്യം. സമൂഹം എഴുതിത്തള്ളിയതിന്റെ അടുക്കലേക്ക് എത്തി സ്നേഹാദരവുകളോടെ കരം പിടിച്ച് യേശു കർത്താവ് ഉച്ചരിച്ചു, തലീഥ കൂമി, ബാലെ എഴുന്നേൽക്ക എന്നർത്ഥം. മൃതമായതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ശബ്ദമാണ് തലീഥ കൂമി. അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കുന്ന വാക്കുകളാണ്
തലീതാക്കും. മരണത്തിൽ നിന്നുമുള്ള അതിജീവനമല്ല കർത്താവ് ആ കുഞ്ഞിന് നൽകുന്നത്, മറിച്ച് അവൾക്കുണ്ടായിരുന്ന ജീവന്റെ പുനഃസ്ഥാപനമാണ്. മരിച്ചവരിൽ നിന്ന് അവളെ ഉയർപ്പിച്ചതിലൂടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പെൺകുട്ടിയുടെ മൂല്യവും അന്തസ്സും വിലയേറിയതാണെന്ന് യേശു സ്ഥിരീകരിക്കുന്നു. വിശ്വാസത്തിലും ധൈര്യത്തിലും നേതൃത്വത്തിലും ഉയരാൻ പെൺകുഞ്ഞുങ്ങളെ ഇന്നും ക്രിസ്തു വിളിക്കുകയാണ്. സമൃദ്ധമായ ജീവനിലേക്കും അന്തസ്സിലേക്കും ലക്ഷ്യത്തിലേക്കുമാണ് ആ പെൺകുഞ്ഞിന്റെ പരിവർത്തനം. ദൈവരാജ്യത്തിൽ പെൺകുട്ടികൾ വിലമതിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും പ്രധാനപ്പെട്ടവരുമാണെന്ന് യേശുവിന്റെ സൗമ്യമായ പ്രവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രിസ്തു മാതൃക കാട്ടിയതുപോലെ പെൺകുഞ്ഞുങ്ങളെ ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും ഉയർത്താനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുവാൻ ദൈവവചനം തരുന്ന മാതൃകകൾ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ പെൺകുഞ്ഞും അങ്ങയുടെ സൃഷ്ടിയും അങ്ങയുടെ ദാനവും ആണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. അവരുടെ അഭിമാനത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം എന്തെന്ന് അങ്ങയുടെ വചനം കാണിച്ചു തരുന്ന മാതൃകകൾ പിന്തുടരുവാനും അവരുടെ അനുഗ്രഹകരമായ വളർച്ചയ്ക്ക് ചാലക ശക്തികളാകുവാനും ഞങ്ങളെ സജ്ജരാക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.